എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പ്ലം കേക്കിൻ്റെ രുചിയിൽ വരുന്ന നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നല്ല ഈസിയാണ്, സോക്കിംഗ് ഒന്നും ചെയ്യേണ്ട, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല മോയിസ്റ്റാണ്. ക്യാരറ്റൊന്നും ചേർത്തിരിക്കുന്നതായിട്ട് അറിയത്തേ ഇല്ല. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ച പഞ്ചസാരയായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. നമ്മളിവിടെ 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടാണ് അത് പൊടിക്കേണ്ടത്. പൊടിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി അളവിൽ ഇത് കൂടുതലാകും. പഞ്ചസാര ഏകദേശം 1 കപ്പോളം വന്നിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ അടിയിൽ നിന്നും ഒരു ബ്രൗൺ നിറത്തിൽ പഞ്ചസാര ചെറുതായിട്ടൊന്ന് ഉരുകാനായിട്ട് തുടങ്ങും. ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉരുകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര അലിയാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇപ്പം ഏകദേശം എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ മുഖമൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക. അത് നന്നായിട്ട് ഇതിൻ്റെ പുക വരും. വെള്ളം ഒഴിച്ച വഴിയെ തന്നെ കുറച്ച് കട്ടയായിട്ട് നമുക്കിത് തോന്നും. പക്ഷേ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം അലിഞ്ഞിട്ട് നല്ല സിറപ്പായിട്ടിത് മാറും. നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. 250 മില്ലിയുടെ 1 കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇത് നല്ലൊരു സ്പൈസൊക്കെ ചേർന്നൊരു കേക്കാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ജാതിക്കയുടെ കുരു പൊടിച്ചതാണ് 1/4 ടീസ്പൂൺ. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ചുക്കുപൊടിയാണ്. അത് ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമ്മുടെ ഗ്രാമ്പൂ പൊടിച്ചത് 1/4 ടീസ്പൂൺ വേണ്ട, അതിനെക്കാട്ടിലും കുറവ് മതി. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പൊടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 ഏലക്ക, 2 കഷ്ണം കറുവാപ്പട്ട, ഒരു ജാതിക്കയുടെ പകുതി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഇത്രയും കൂടി പഞ്ചസാര പൊടിക്കുമ്പം അതിന് കൂടിയിട്ട് പൊടിച്ചിട്ട് എടുത്താൽ മതി. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. പൊടി എല്ലാം മിക്സാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് കറുത്ത മുന്തിരി, പിന്നെ ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ഒന്ന് കഷ്ണങ്ങളാക്കിയത്, പിന്നെ കുറച്ച് ചെറിയും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ആകെ ഇതിലേക്ക് ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് കുതിർക്കാനൊന്നും വെക്കണ്ട, നമുക്കിങ്ങനെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് പൊടി ഇട്ടൊന്ന് കോട്ട് ചെയ്ത് വെക്കണം. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇടുമ്പം താന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ വരെ പൊടി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ പൊടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയല്ല, സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അല്ലാതെ ചേർക്കുന്ന പൊടിയാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള പൊടി നമുക്ക് തട്ടി കളഞ്ഞിട്ട് വേണം കേക്കിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ടിയിട്ട് 125 ഗ്രാം വെണ്ണയാണ് വേണ്ടത്, അതായത് ബട്ടർ. ഉപ്പില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബട്ടറിന് പകരം നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലും എടുക്കാവുന്നതാണ്. റിഫൈൻഡ് ഓയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബട്ടർ ആദ്യം ബീറ്റ് ചെയ്യുന്നതിന് പകരം ആദ്യം മുട്ട ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാരയും ചേർത്തിട്ട് ഓയിൽ ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർക്കുക. എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ് ആക്കുമ്പോൾ ഇതെല്ലാം കൂടെ പറന്നിട്ട് നമ്മുടെ മൂക്കിലും അവിടെ എല്ലാം ആകും. അപ്പോൾ നമ്മൾ പഞ്ചസാര എല്ലാം ചേർത്ത് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത്. ഏത് എസൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. വാനില എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. പൈനാപ്പിൾ എസൻസോ ബനാന എസൻസോ ഓറഞ്ച് എസൻസോ ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടർ നന്നായിട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ പതുക്കെ ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കി കഴിഞ്ഞാൽ മുട്ടയുടെ സ്മെല്ലൊന്നും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ വരില്ല. അപ്പോൾ നമ്മളെല്ലാം ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പാണ് ചേർക്കുന്നത്. 1/2 കപ്പാണ് നമുക്ക് ചേർക്കേണ്ടത്. എല്ലാം കൂടി ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ട, പകുതി നമുക്കിപ്പോൾ ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് പിന്നീട് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം പകുതി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് വേണം. അപ്പോൾ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ട്. ഇത് ഒരു 1.5 കപ്പ് ക്യാരറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ളത്. ഒരു മീഡിയം വലിപ്പമുള്ള ഒരു 2 ക്യാരറ്റാണ് ഇത്. വളരെ പൊടിയായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കി കാരമൽ സിറപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. മൊത്തത്തിൽ നമ്മൾ 1/2 കപ്പാണ് കാരമൽ സിറപ്പ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ, അതായത് സ്പൈസൊക്കെ ചേർത്ത് ബേക്കിംഗ് പൗഡറും ചേർത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഒരു സ്പാറ്റില വെച്ച് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ യൂസ് ചെയ്യേണ്ട, കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ബാക്കിയുള്ള പൊടി ഞാൻ ഈ അരിപ്പയിലേക്ക് ഇട്ടിട്ട് കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇത് അടിഞ്ഞും പോവില്ല. അതുപോലെ തന്നെ ഒരുപാട് പൊടി നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിലുണ്ടെങ്കിലും കേക്കിൻ്റെ അവിടെ ആയിട്ട് വെളുത്ത കളറിൽ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ബാറ്റർ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ലൂസുമല്ല ഒരുപാട് കട്ടിയുമല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ടിന്നിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് പാനാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സ്പാറ്റില വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതേസമയം അവൻ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഓവൻ ഇല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഇത് നമുക്ക് അവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒന്ന് തട്ടി കൊടുക്കാൻ മറക്കണ്ട, എയർ ബബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. 180 ഡിഗ്രിയിൽ ഇത് നന്നായിട്ട് വേവുന്ന വരെ ബേക്ക് ചെയ്തെടുക്കുക. ഓരോ അവൻ്റെ ടെമ്പറേച്ചറും വ്യത്യാസപ്പെട്ടിരിക്കും. ഞാനിവിടെ ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി ഡെൻസ് ആയിട്ടുള്ള കേക്കല്ല, നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് കേക്കിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ബട്ടർ ഉരുക്കിയിട്ടല്ല ഇത് ബീറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ സോഫ്റ്റാക്കി ക്രീമി ആക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ സോഫ്റ്റ്നെസ് ആയിരിക്കും ഈ കേക്കിന് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ താന്നൊന്നും പോകാതെ ഇടയ്ക്കൊക്കെ ആണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലേവറുള്ള മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലം കേക്കിനെക്കാട്ടിലും ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ പ്ലം കേക്കിൻ്റെ ടേസ്റ്റൊക്കെ തരുന്ന നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. കൂടുതൽ കേക്ക് റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്